ദെൻ ഇതാണ് മുർത്തബ. മുർത്തബയും അതെന്ത് സാധനം എന്ന് ചോദിക്കാൻ വരട്ടെ. മുർത്തബ തെക്കൻ കേരളത്തിലെ ഒരു വിഭവമാണ്. പ്രത്യേകിച്ച് വർക്കലയ്ക്കടുത്ത് ഇടവാക്കാരുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഭവങ്ങളിലൊന്ന്. ഇപ്പോഴും സുലഭമായി ഈ പ്രദേശങ്ങളിൽ കിട്ടുന്ന ഉത്സവപ്പറമ്പുകളിൽ വ്യാപകമായി ലഭിക്കുന്ന ഒരു അടാർ ഐറ്റം. ഒന്നുമില്ല, പൊറോട്ടയുടെ ബോൾ പിടിക്കുന്നത് പോലെയുള്ള പരിപാടിയാണ്. ആദ്യം മാവ് കുഴച്ച് പൊറോട്ടയ്ക്ക് ബോൾ പിടിക്കുന്ന പോലെ ഉരുട്ടിയെടുക്കുക. അത് പരത്തി വീശിയെടുക്കണം. ഈ മൈദ ഷീറ്റിലേക്ക് സവാള, ക്യാബേജ്, ക്യാരറ്റ്, ബീട്രൂട്ട്, മുളക്, പിന്നെ ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുത്ത എല്ലില്ലാത്ത ചിക്കൻ കഷ്ണങ്ങൾ, ഇത്രയും സാധനങ്ങളിട്ടാൽ ഇത് ഒന്ന് പൊതിഞ്ഞെടുത്ത് ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇടണം. തവയിൽ ഇത് തിരിച്ചും മറിച്ച് വിട്ട ശേഷം മുർത്തബയെ മുർത്തബയാക്കുന്ന ആ പരിപാടി തുടങ്ങും. 2 കൈകളിലും ചട്ടുകവുമായി നിന്ന് ഈ പൊതിക്കെട്ട് ഊത്തി ഇളക്കി വേവിച്ചെടുക്കുന്ന വലിയ പരിപാടി. 10-15 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വേണം മുർത്തബയെ മുർത്തബയാകാൻ. കല്ലിൽ കിടന്ന് ഈ കൂട്ട് ഉടഞ്ഞ് വെന്ത് വരുമ്പോൾ അതിലേക്ക് 4-5 മുട്ട കൂടി പൊട്ടിച്ചൊഴിക്കും. വീണ്ടും കുത്തി ഇളക്കും. കുത്തി പൊരിച്ചെടുത്ത ഈ കൂട്ടിലേക്ക് അവസാനം ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു മണം വരും എൻ്റെ സാറേ. അതാണ് മുർത്തബയെ മുർത്തബയാക്കുന്നത്. ചട്ടുകങ്ങൾ ഈ തവയിൽ കൂട്ടിമുട്ടുമ്പോൾ ഒരുപാട് ദൂരത്തിൽ നിന്ന് പോലും ആളുകൾക്ക് മനസ്സിലാക്കാം അതാ മുർത്തബ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. നമ്മുടെ കൊത്തുപൊറോട്ടയ്ക്ക് കണ്ടുപിടിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഈ പ്രദേശങ്ങളിൽ സുപരിചിതമാണ് മുർത്തബ എന്ന ഈ സാധനം. ഇടവയിൽ നിന്ന് പണ്ട് സിംഗപ്പൂരിലേക്ക് പോയ ആരോ അവിടെ നിന്ന് പകർത്തി കൊണ്ടുവന്നതാണ് ഈ മുർത്തബ എന്നതാണ് ഐതിഹ്യം. ഏതായാലും തെക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് വർക്കലയിലും പരിസരത്തിലുമുള്ള ഉത്സവപ്പറമ്പുകളിൽ ഇപ്പോൾ ചെന്നാൽ വൈകിട്ട് 4 മണി മുതൽ പുലരും വരെ ഈ ചട്ടുകങ്ങൾ തവയിൽ മുട്ടുന്ന ശബ്ദം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കും. അടുത്തുകൂടി പോയാൽ സുന്ദരമായ വാസന മൂക്കിലേക്ക് അടിച്ചു കയറും. അപാരമായ രുചിയാണ് മുർത്തബയ്ക്ക്. അപ്പോൾ പോരുന്നോ മുർത്തബ തിന്നാൻ?